സഖാവ് പത്മകുമാറിനെ പോലും മനസ്സോടെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നോക്കൂ, ഇനി തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ എന്തായാലും അത് കഴിയുന്നത് വരെ കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തില്ല എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? മഹേഷ് പണിക്കർ. സാർ, അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ രാമകൃഷ്ണൻ സാർ പറഞ്ഞ കാര്യത്തിനകത്ത് ഒന്ന് ചേർത്ത് വായിക്കേണ്ട കാര്യം, നമ്മളിപ്പോ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഒരു ആക്സിഡന്റ് ഉണ്ടായല്ലോ. അപ്പൊ അവർക്ക് ആശ്രിത നിയമനം കൊടുത്തത് നമ്മുടെ ബോർഡിലല്ലേ? അപ്പൊ അത് ഇവർക്ക് അധികാരം ഇല്ലെങ്കിൽ അതെങ്ങനെയാ കൊടുക്കാൻ പറ്റുക? ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതെ, അല്ല ശ്രീ മഹേഷ് പണിക്കർ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? പക്ഷേ പ്രശ്നത്തിൽ അകപ്പെടുമ്പോ പിടിച്ചു നിൽക്കാൻ പയറ്റുന്ന തന്ത്രങ്ങളുടെ ഭാഗമായിട്ടല്ലേ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു അധികാരമില്ല എന്ന് പറയുന്നത്. നാട്ടുകാർക്കറിയാലോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ശ്രീ CR രാധാകൃഷ്ണൻ പറഞ്ഞ തന്നെ ആ നിയമനം അത് പരിശോധിക്കേണ്ടതല്ലേ? ആ നിയമനം വഴി അന്നിരുന്നവരെ എത്ര കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നോക്കൂ, ഒരു ജോലിയല്ലേ, ജോലിക്ക് വേണ്ടി എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ ചെലവഴിക്കാൻ നമ്മുടെ യുവാക്കളും യുവതികളും തയ്യാറല്ലേ? പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്തിന്റെ റെസ്ട്രിക്ഷൻ, അതായത് തിരുവിതാംകൂർ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാര്യം ഇത് പൊതുസമൂഹത്തിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടോ എന്നുള്ള എനിക്കൊരു സംശയമുണ്ട്. കാര്യം ഈ നിയമങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ തന്ത്രി അദ്ദേഹവും നമ്മുടെ ദേവസ്വം ബോർഡും തമ്മിലൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കേണ്ട നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം ഇത് കൊണ്ടുപോയിരിക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമല്ലേ? ഇത് ആക്ച്വലി ആ ഒരു കരാറിന്റെ ലംഘനമല്ലേ? അപ്പം അങ്ങനത്തെ ഒക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടെന്ന്. മെയിനായിട്ട് ഈ ദേവസ്വം ബോർഡിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇതിന് എങ്ങനെയാണ് ഇതിന്റെ നിയമം പോകുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ എന്നുള്ളത് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കോ ഒന്നും അറിയത്തില്ല. അറിയാവുന്നവരാണെങ്കിൽ അത് ചെയ്യുന്നില്ല. അപ്പം അറിയാത്ത ആൾക്കാരെ, രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മന്ത്രിയോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇടപെടുന്നു. അവരുടെ ജോലി അങ്ങോട്ട് കൊടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്ഥിരം ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതിന്റെ ഒരു അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയല്ലേ? അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനകത്തോട് ഇതിനൊക്കെ ഒരു വ്യക്തത. സത്യം പറഞ്ഞാൽ അയ്യപ്പൻ ഈ ഒരു കാര്യങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനകത്തെ മൊത്തം ക്ഷേത്രങ്ങളിലത്തെ മൊത്തം സംവിധാനങ്ങളെ മൊത്തം ഏകദേശം അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഒരു 10 തന്ത്രി കുടുംബങ്ങളെ മൊത്തത്തിൽ 1250 1350 ക്ഷേത്രങ്ങളെ ഭരിക്കാനുള്ളൂ. അപ്പം ഇതിനകത്ത് ഈ ഫുള്ള് വരുന്ന കാര്യങ്ങളും മൊത്തത്തിൽ എല്ലാ സംഭവത്തും വരും. ഇത് എവിടെയാണ് നിയമമുള്ളത്, എവിടെയാണ് ഇതിനകത്ത് സാങ്കത്യം? ഈ സാങ്കത്യം ഒക്കെ മനസ്സിലാക്കണ്ടേ? ഇത് വെറും പണത്തിന്റെ മാത്രം രീതിയിലാണോ? മറ്റു ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഉണ്ടോ? അതോ ഉത്സവാധികാരികളിൽ മാത്രം, ഈ അടിയന്തരാധികാരികളിൽ മാത്രം ഇടപെടേണ്ടവരാണോ? ഇവിടെ മൊത്തത്തിൽ എല്ലാ ദിവസവും അടിയന്തരം എന്നുള്ള രീതിയിൽ ആക്കിയെടുക്കുന്ന ആ ഒരു ടൈപ്പ് നിയമങ്ങളൊക്കെ എവിടുന്നാ വന്നത്? അപ്പം ഇതൊക്കെ കാര്യങ്ങൾ മൊത്തത്തിൽ, അതായത് തന്ത്രിയുടെയും മന്ത്രിയുടെയും അവരുടെയൊക്കെ എല്ലാ അധികാര സ്ഥാനങ്ങളും അതിന്റെ ആ ഒരു സാങ്കത്യം കറക്റ്റായിട്ട് നിർവചിച്ച് ഇനി മുതൽ ഇതൊരു മഹാക്ഷേത്രമായിട്ട് ഈ ഒരു അലമ്പുകളെ എല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ആരായാലും ശരി, തന്ത്രിയായാലും മന്ത്രിയായാലും എല്ലാം കറക്റ്റ് ചെയ്ത് ഹിന്ദു സമൂഹം ഉണർവോടെ, കാര്യം ഇത് അടുത്ത തലമുറയ്ക്ക് പോകണ്ടേ? ഈ നമ്മുടെ എല്ലാം സുഗമമായി പോയി കഴിഞ്ഞാൽ കൈയിട്ട് വരാനുള്ള അവസരമല്ലേ നഷ്ടമാകുന്നത്? അപ്പൊ എന്തായാലും എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഒരു കൺഫ്യൂഷൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കില്ലേ ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്? അല്ലെന്നാ ആ മതപാഠശാല 700ഓളം മതപാഠശാല പ്രതിനിധി, ഇതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളല്ലേ? മതപാഠശാല, തന്ത്രവിദ്യാപീഠം, ഹൈന്ദവ വിദ്യ മൊത്തം അടുത്ത സമൂഹത്തിന് അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകരണ്ടേ? അതുപോലെയുള്ളത് ഈ വക പണങ്ങളൊക്കെ ചെലവാക്കേണ്ടത്. അപ്പം ആ രീതിയിലുള്ള ഒരു ഭൗതിക തലത്തിൽ സത്യം പറഞ്ഞാൽ അടുത്ത തലമുറയെ നമ്മൾ ഈ ഒരു ദൈവവിശ്വാസത്തിലോട്ടും വിഗ്രഹാരാധനയിലോട്ടും അങ്ങനത്തെ അതിന്റെ ഒരു കോറായിട്ട് സയൻസിനെയും അതിനെയൊക്കെ ബന്ധപ്പെടുത്തി ഇതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്, എന്തുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്താ നിനക്ക് കിട്ടുന്നത്, ആ ഒരു ഭക്തിയുടെ അപ്പുറത്തേക്ക് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് കൂടെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇവരെവിടെയാണത് ചെയ്യുന്നത്. അപ്പം അത്തരം വീഴ്ചകളൊക്കെ പരിഹരിച്ച് ഇതൊക്കെ ഒരു നല്ല രീതിയിലേക്ക് ഇതൊരു അവസരമായിട്ട് എടുത്തുകൊണ്ട് അയ്യപ്പൻ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യം, അയ്യപ്പ വിദ്യാപീഠം എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ വരണം. ഇത് മാത്രം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഈ തന്ത്രിമാരുടെ കാര്യത്തിലും പോറ്റിമാരുടെ കാര്യത്തിലും ഒക്കെ അങ്ങനത്തെ ഇതിലൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർ വരട്ടെന്നേ. അതിനകത്ത് ഇത് ചുമ്മാ ഇങ്ങനെ നമ്മളൊരു എന്താ പറഞ്ഞ ഒരു അവകാശം പോലെ അങ്ങോട്ട് ഇല്ലാത്ത അവകാശം എനിക്കുണ്ടെന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ എല്ലാത്തിലും നടക്കുന്നത്? അത് തന്ത്രിയായാലും മന്ത്രിയായാലും എല്ലാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മാറ്റം വരാനായിട്ട് ഇപ്പോൾ ഒരു അയ്യപ്പനൊരു കാണിച്ചിരിക്കുന്ന അതേ എല്ലാവരുടെയും കണ്ണു തുറക്കാനായിട്ട് എല്ലാ പുഴുക്കുത്തുകളെയും നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇതിനകത്ത് ചോർച്ചയൊക്കെ മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് താങ്കൾ നോക്കിക്കാണുന്നത്. യെസ്.